നമസ്കാരം. ഇന്ന് കേരളപ്പിറവി ദിനമായ നവംബർ 1 ശനിയാഴ്ച. ഇന്നും വരും ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ പ്രധാന വാർത്തകളും നിങ്ങളെ ബാധിക്കുന്ന പ്രധാന മാറ്റങ്ങളുമാണ് DCB മീഡിയയുടെ ഡെയിലി അപ്ഡേറ്റ്സിലൂടെ ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ അറിയിപ്പ്, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച മിക്ക ആനുകൂല്യങ്ങളും നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ്. ക്ഷേമ പെൻഷൻ നവംബർ മുതൽ മാസം 2000 ആവുകയാണ്. ഇതിന്റെ വിതരണം നവംബർ 20 തീയതി മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കും. നൽകുവാനുള്ള ഒരു ഗഡു കുടിശ്ശിക 1600 കൂടി ചേർത്ത് 3600 രൂപ വീതമായിരിക്കും സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുക എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ അറിയിപ്പ്, ബാങ്ക് നിക്ഷേപങ്ങൾക്കും ലോക്കറുകൾക്കും ഇനി 4 നോമിനികളെ വരെ വയ്ക്കാം. നിലവിൽ ഒരു നോമിനിയാണ് അനുവദിച്ചിരിക്കുന്നത്. നിക്ഷേപങ്ങൾക്ക് 2 രീതിയിൽ നോമിനികളെ നാമനിർദ്ദേശം ചെയ്യാം. മൂന്നാമത്തെ അറിയിപ്പ്, നവംബർ 1 മുതൽ 3 പ്രവൃത്തി ദിനങ്ങളിൽ GST രജിസ്ട്രേഷൻ നൽകുവാനുള്ള സംവിധാനം നിലവിൽ വരും. നിലവിൽ 6 ദിവസം വരെയൊക്കെ എടുക്കാറുണ്ട്. പ്രതിമാസ GST ബാധ്യത 2.5 ലക്ഷം രൂപയിൽ താഴെയുള്ള സംരംഭകർക്കാണ് ഇത്തരത്തിൽ അപേക്ഷിക്കുവാൻ കഴിയുക. നാലാമത്തെ അറിയിപ്പ്, സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പുതുക്കുന്നതിന്റെ ഭാഗമായി നവംബർ 4 മുതൽ ഡിസംബർ 4 വരെ ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തുന്നതാണ്. മരിച്ചുപോയവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനും വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പ് ഒഴിവാക്കുന്നതിനും അർഹരായവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമായിട്ടാണ് ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് എത്തുന്നത്. ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെടുത്തുന്നതിനായി 12 തിരിച്ചറിയൽ രേഖകളിൽ ഒന്നെങ്കിലും നൽകേണ്ടതാണ്. ഇതിന്റെ വിശദമായ വീഡിയോ ചാനലിൽ നേരത്തെ നൽകിയിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, സപ്ലൈകോയുടെ 50ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വലിയ ആനുകൂല്യങ്ങളാണ് നവംബർ 1 മുതൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്ത്രീ ഉപഭോക്താക്കൾക്ക് സബ്സിഡിയിതര ഉൽപ്പന്നങ്ങൾക്ക് 10% വരെ അധിക വിലക്കുറവ് നൽകും. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എത്തുന്ന വിധത്തിൽ സഞ്ചരിക്കുന്ന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളും ഒരുക്കിയിട്ടുണ്ട്. 1000 രൂപയ്ക്ക് മുകളിൽ സബ്സിഡിയിതര സാധനങ്ങൾ വാങ്ങുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും 1 കിലോ പഞ്ചസാര 5 രൂപയ്ക്ക് നൽകും. ശബരി അപ്പംപൊടിയും പുട്ടുപൊടിയും 50% വിലക്കുറവിൽ നൽകും. കിലോയ്ക്ക് 88 രൂപ വിലയുള്ള ഈ ഉൽപ്പന്നം നവംബർ 1 മുതൽ, അതായത് ഇന്ന് മുതൽ 44 രൂപയ്ക്ക് ലഭിക്കും. വൈകിട്ട് 5-ന് മുൻപ് വാങ്ങുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ബ്രാൻഡഡ് നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾക്ക് 5% അധിക വിലക്കുറവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 500 രൂപയ്ക്ക് സബ്സിഡിയിതര സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് 250 ഗ്രാമിന്റെ ശബരി ഗോൾഡ് തേയില വിലക്കുറവിൽ നൽകും. 105 രൂപ വിലയുള്ള ശബരി ഗോൾഡ് തേയില 61 രൂപ 50 പൈസക്കാണ് നൽകുക. 500 രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകളിന്മേൽ സപ്ലൈകോ വിൽപ്പനശാലകളിൽ UPI മുഖേന പണമടക്കുകയാണെങ്കിൽ 5 രൂപ വിലക്കുറവും നൽകും. അതോടൊപ്പം തന്നെ ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം നവംബർ 1 തീയതി, അതായത് ഇന്ന് വരെ അതോടൊപ്പം തന്നെ ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ഇന്ന് വരെ സംസ്ഥാനത്തുണ്ടാകുന്നതാണ്. ഒക്ടോബർ മാസത്തെ റേഷൻ വാങ്ങാത്തവർക്ക് ഇന്ന് വരെ അത് കൈപ്പറ്റാവുന്നതാണ്. നവംബർ 2 ഞായറാഴ്ചക്ക് പുറമെ നവംബർ 3 തിങ്കളാഴ്ചയും റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. ചൊവ്വാഴ്ച മുതലാണ് നവംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.